ഞാനൊരു കാര്യം പറയാം, നിന്റെ ഈ മാമാക്ക് വേണ്ടിയിട്ട് ഇനി തടി നോക്കാൻ ഞാൻ വന്നാൽ നമ്മളെ തടി കേടാവും. ഇല്ല ഞാനില്ല, ഞാൻ വരില്ല. എന്നെ വിളിക്കാൻ വേണ്ട. എന്തൊന്ന് മനുഷ്യൻ അയാൾ. ഇല്ലെങ്കിൽ ഇത്രയും ഒരു വെയിലത്ത് ദാഹിച്ച് വെള്ളം കുടിക്കണമെന്ന് ചോദിക്കാൻ കാണി ചോരയില്ലാത്ത മനുഷ്യൻ. ഞാൻ ഇല്ല. നീ നിന്റെ മാമാക്ക് തടി ഒപ്പിച്ച് കൊടുത്താൽ മതി. ശരി ശരി. ഇഷ്ടം അളിയോ അളിയോ. ഏയ് ഏയ് അളിയാ, ആരും ഇല്ല ഇവിടെ. മക്കളെ ഇവിടെ അച്ഛനമ്മയൊക്കെ ഇവിടെ ഉറങ്ങുവാന്നാ? ചോറും കഴിച്ചില്ല? മക്കള് ചോറ് കഴിച്ചാ? എന്താ കഴിച്ചേ? ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ. ഫ്രൈ ഉണ്ടായിരുന്നു? കപ്പ ഉണ്ടായിരുന്നു? എനിക്ക് കപ്പ ഇഷ്ടമല്ല. കപ്പ കഴിച്ചില്ലേ? ആ കഴിക്കണ്ട. വിളിക്ക് അച്ഛനെ വിളിച്ചിട്ടോ. ആ നല്ലുന്റെ പങ്ക് കപ്പയും കൂടെ ചേർത്ത് ഇങ്ങോട്ട് കഴിച്ചിട്ടുള്ള ഉറക്കമാണല്ലേ? ഞാൻ അവിടെ ലേലത്തിന് പോയി ആകെ ലേറ്റ് ആയി പോയി. അവിടെ ലേലം വിളി എന്ന് പറഞ്ഞ ഒരു ഇടങ്ങേറ് പിടിച്ച പരിപാടിയാണ്. ഉച്ച ഊണ് കഴിഞ്ഞാലോ ഉച്ച ഉറക്കം. അല്ല അളിയും വരും ഉറപ്പിച്ചു പറഞ്ഞില്ല. എടുക്ക് വിളമ്പ്. ഞാൻ പറഞ്ഞില്ലേ ചെറിയ ലേലത്തിന്റെ എടുക്ക്. നിങ്ങൾ കഴിച്ചാ? ലേലം കഴിഞ്ഞാ? ലേലം കഴിഞ്ഞു. ലേലം അലങ്കോലമായിപ്പോയി. അവിടെ നിന്ന് കഴിക്കാൻ പറ്റിയില്ല. അല്ല ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് കഴിക്കാം. അളിയൻ രാവിലെ കപ്പയും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല അളിയത് ഉറപ്പ് പറയാതല്ലേ പോയത്. അപ്പൊ ഈ സംഭവിച്ചാല് ഒരാൾക്കൂടെ ചോറ് ഇട്ടിരുന്ന ഞങ്ങൾ അധികം അരി ഇട്ടിരുന്നായിരുന്നു. പക്ഷെ ഈ അസീസും മറ്റേ അവൻ്റെ ഒരു ഫ്രണ്ടോടെ വന്നായിരുന്നു. അപ്പൊ പിന്നെ ഈ ചിക്കൻ ആയതുകൊണ്ട് അവര് വരുമെന്ന് പറഞ്ഞില്ലായിരുന്നേ, പെട്ടെന്ന് കേറി വന്നതാ. കുഴപ്പമില്ല. അല്ല ക്ലീറ്റ ചേട്ടാ, ഒരു അരമണിക്കൂർ ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കാം. മോരും ചമ്മന്തിയും ഉണ്ട്, ഒരു മെഴുക്കുവരട്ടിയും കൂടെ പെട്ടെന്ന് ഉണ്ടാക്കി തരാം. അത് വേണ്ട. ചിക്കൻ കറിയായിരുന്നു. അപ്പൊ അവരെല്ലാരും നന്നായിട്ട് കഴിച്ചു. ആരെങ്കിലും ഒക്കെ കഴിച്ചല്ലോ. ഞാനതൊരു നിങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. രാവിലെ വിളിച്ചപ്പോ ക്ലീറ്റ ചേട്ടന് ഉറപ്പ് പറഞ്ഞില്ലല്ലോ വരുമെന്ന്. അല്ലെ അളിയനെന്നെ നല്ലോണം നിർബന്ധിച്ചോ. ഞാൻ മനസ്സിൽ അപ്പോഴേ തീരുമാനിച്ചു ഉച്ചയ്ക്ക് ഇവിടെ വന്ന് ഊണ് കഴിക്കാന്ന്. ഇത് അറിഞ്ഞെങ്കിൽ എന്നെ ആ അൻസറിന്റെ മാമാക്കാരനാണെങ്കിൽ കുഴിമന്തി കഴിക്കാൻ നല്ലോണം നിർബന്ധിച്ചത്. ഞാൻ എന്നിട്ട് കഴിക്കാതെ ഇതിനു വേണ്ടി വന്നതാണ്. വേണ്ട അളിയാ, എന്ത് നമ്മളൊന്നും അല്ലല്ലോ. നമ്മളൊക്കെ വന്ന് കയറിയ വരുത്തന്മാര്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ പോയി സമാധാനം ഉണ്ടായിരുന്നു. അവിടെ ഇച്ചിരി അരിയൊക്കെ ഇട്ട് കഞ്ഞി വെച്ച് കുടിക്കാൻ എനിക്ക് പറ്റും. ഞാൻ വിചാരിച്ചാൽ പറ്റൂടെ, അതൊന്നും കാര്യമൊന്നുള്ള കാര്യമല്ല. അല്ലളിയാ, ഇത്രയൊക്കെ തന്നെ. എല്ലാവർക്കും നമ്മള് ആളുകൾ ഉള്ളപ്പോൾ ഉള്ളു. തങ്കം ഉണ്ടായിരുന്നെങ്കിൽ. കഷ്ടമായിപ്പോയി. നാത്തും പ്രത്യേകം പറഞ്ഞതായിരുന്നു. നമ്മളെ നോക്കാനുള്ളവർ നമ്മളെ നോക്കാൻ വീട്ടിലില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് വേറെ അതല്ലേ. ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം. അമ്മാവന് അവിടെ ഒരു വീട് നോക്കാൻ ഒരാളെ. ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ സ്വയം എനിക്കത് പറയണ്ടേ. ഒരു പ്രശ്നവുമില്ല. മനഃപൂർവ്വമല്ല. ഉച്ചയ്ക്ക് നീ വന്ന സമയത്ത് ഈ അസീസ് കയറി വരുന്ന ധാരണ നമുക്കില്ലായിരുന്നു. അതിന് ഞാൻ നിന്നോട് പോലെ പരാതി പറഞ്ഞോ? ഇല്ലല്ലോ. എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, അവളെ വിളിച്ച് പറഞ്ഞതിന്. പിന്നെ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ കഴിക്കാൻ വന്ന് കൈ കഴുകി ഇരുന്നപ്പോൾ അവിടെ ഒന്നുമില്ല, തീർന്നു. പിന്നെ ഞാൻ എണീറ്റിങ് വന്നു. പിന്നെ നീ എന്നെ ഊട്ടിയെന്ന് ഞാൻ പറയണോ? നീ ഒരു അരമണിക്കൂർ അവിടെ ഇരുന്ന് അവൾ എന്തെങ്കിലും കൊണ്ടായി തരില്ലായിരുന്നു. എന്തിനടേ? ഞാനിവിടെ എനിക്ക് പ്രസക്തി ഇല്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളെ സുഹൃത്ത് അസീസ് അവരൊക്കെ അല്ലേ വലുത്. നമ്മള് അവനെ പോലാണ് നീ എൻ്റെ അളിയനല്ലേ. പറച്ചില് മാത്രമേ ഉള്ളൂ. എന്നാലും എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളെ കാലം കഴിഞ്ഞ് ഭാര്യമാര് മരിക്കാൻ പോയി. അതിന് മുമ്പെങ്ങാനും അവളുമാർ പോയാണ്ടല്ലോ നമ്മളിവിടെ കിടന്ന് ആഹാരവും ഇല്ല വെള്ളവും ഇല്ലാതെ കഷ്ടപ്പെട്ടു പോകും. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇപ്പൊ അത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലേ. നീ ഒരു 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് നിനക്ക് അവിടെ നിന്ന് ആഹാരം കഴിക്കാറുണ്ട്. അവള് വയ്യെന്ന് പറഞ്ഞില്ലല്ലോ. അവള് ചമ്മന്തി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. വേറെ എന്താ ഒരു കരോട് ഉണ്ടാക്കിയിട്ട് ഒരു മുട്ടയോടെ പൊരിച്ചത് തന്നാൽ തീർന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. വാശി അങ്ങനെ വാശി അടിക്കാൻ നമ്മളല്ല. ഇതിപ്പോ എനിക്ക് തോന്നുന്നൊരു ബുദ്ധിയൊന്നുമില്ല. വർഷത്തില് 365 ദിവസത്തിൽ 300 ദിവസവും നിരാഹാരവും സദ്യയായിട്ട് കിടക്കുന്ന ആളാണ് ഞാൻ. പിന്നെ എനിക്ക് ഒരു നേരം കഴിച്ചില്ലാതെ ഒന്നും സംഭവിക്കില്ല. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചു പോയി. നിങ്ങൾ അവിടെ രാവിലെ നീ എന്നെ വിളിച്ച് ചിക്കനും മറ്റേ കപ്പയും അത് ഇതെന്നൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഇല്ലെങ്കിൽ എനിക്ക് അയാൾ വിളിച്ചപ്പോൾ കഴിച്ചിട്ട് വന്നാൽ പോരെ. ഒരു നേരം പട്ടിണി ഇരുന്നോ? ഇതിപ്പോ എനിക്ക് പ്രശ്നം. ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ വൈകിട്ട് പോയി ചായ 2 തട്ടുദോശയെ കഴിച്ച് കുഴപ്പമൊന്നുമില്ല. അത് തന്നെ ഒരു നേരം പട്ടിണി ഇരുന്നോ? ഇനിയിപ്പോൾ രാത്രി ഇരിക്കണ്ടല്ലോ, അത്താഴം മുടക്കണ്ട. ഇവിടെ അടിയ എനിക്ക് വേണ്ട. നിങ്ങൾ കുടുംബമായിട്ട് സന്തോഷമായിട്ട് കഴിച്ചാൽ മതി. വേണ്ടതോ? എനിക്ക് വേണ്ട. അത് പറഞ്ഞേ
എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാനും പറഞ്ഞില്ല ഈ വെള്ളം കുടിച്ചാലും ഉയിര് കിടക്കും. നീ എന്തുവാണേ പറഞ്ഞത്? നീ വരുമെന്ന് വൈകുന്നേരം നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കല്യാണത്തിൽ പോയിട്ട് പോലും അവിടെ നിന്ന് ഒരു കഴിക്കാൻ ഞങ്ങൾക്ക് വന്നത്. എന്തിന്? അവിടെ നേരെ ആഹാരം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴാ പറഞ്ഞ അല്ല ഗ്ലിറ്റർ കൂടെ എന്തെങ്കിലും തമാശകൾ പറയല്ലേ, കുറേശ്ശെ പറ. നീ ആവശ്യമില്ലാത്തതൊന്നും പറ. നീ എനിക്ക് വേണ്ടി ഇനി അവിടെ പോയിട്ട് കഴിക്കാം. അവിടെയും കല്യാണത്തിനെല്ലാം തീർന്ന അതായിരിക്കും. അതല്ലടാ അവിടെ വന്നാൽ താമസിച്ചോ, ഫുഡൊക്കെ കഴിച്ച് വരാൻ താമസിച്ചോ, നമുക്ക് അവന് ഉച്ചയ്ക്ക് വിഷമായി പോയി, വൈകുന്നേരം നമുക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് പറയാം. അവള് വിളിച്ച് ഒരേ പരാതി. എനിക്ക് മനസ്സിലായി. ഇപ്പൊ വരുത്തനെന്ന് വന്നു കയറിയും തന്നെയാണ്. നമ്മളെ കൂടെ പുറപ്പുകളെ പോലെ കുടുംബാംഗങ്ങളെ പോലെ ഒന്നും ആവൂല. മാത്രമല്ല ഞാൻ വേറെ അന്യമതക്കാരായി. അതൊക്കെ ഒരു അടി വെച്ചാണല്ലേ? എന്താടാ പറഞ്ഞ നീ? അങ്ങനെയാണ് നമ്മളെ നീ മതം നോക്കിയിട്ടാണോ ജാതി നോക്കിയിട്ടാണ് ഇവിടെ പണ്ട് കഴിച്ചോണ്ടിരുന്നത്? മതം നോക്കിയിട്ടാണ് എന്റെ പെങ്ങളിലൂടെ ഇറങ്ങി വന്നത്. ഞാൻ അതൊന്നല്ല ഉദ്ദേശിച്ചത്. ആവശ്യമായിട്ട് പറയരുത്. നിങ്ങള് സഹോദരങ്ങളെ പോലെ കുടുംബക്കാരൻ പോലെ വരൂല നമ്മള്. അങ്ങനെയൊന്നും പറയല്ലേ. നമ്മൾ ഇത്തരം കാര്യങ്ങൾക്കൊന്നും നമ്മൾ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഒരാളെ സ്നേഹിക്കുന്ന അങ്ങനെയല്ല, ഒരാൾ ജീവിക്കുന്ന അങ്ങനെയല്ല. ജാതി മതമൊന്നുമല്ല ഇതിന്റെ ഒരു തടസ്സം നിൽക്കുന്നത്. അളിയായിപ്പോ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാൻ എനിക്ക് നിവർത്തി ഇല്ലാതെയൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് അത് വെച്ച് എന്നെ വരാൻ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ വന്നു. അതില്ലായിരുന്നു, അത് കഴിഞ്ഞു. പക്ഷേ നീ ഇത്തരം കാര്യങ്ങൾ വലിച്ചടക്കണ്ട. നീ വെറും രാഷ്ട്രീയക്കാരനാവരുത്. ഈ രാഷ്ട്രീയക്കാരാണ് ഈ ജാതി മതമൊക്കെ നടക്കുന്നത്. എനിക്ക് വേണ്ട. ഇനിയിപ്പോൾ ഞാൻ കിടക്കാൻ പോകണം. നീ ഒരു കാര്യം ചെയ്യും. ഇനിയിപ്പോൾ അങ്ങനെ നിർബന്ധമാണ്. നീ അസീസിനെ അവനെ വിളിച്ച് ഭക്ഷണം കൊടു. നീ ഒരു മനസ്സിച്ച് പെരുമാറല്ലേ? അയ്യേ അതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അവൻ ചിലപ്പോൾ മോശമാണ്. ഞാൻ കിടക്കാൻ പോണെന്ന്. എനിക്ക് ഒരു പരാതി. നീ ചുമ്മാ ഇളയാ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇപ്പൊ വെള്ളം കൂടി. മാത്രമല്ല പുതിയ ഡയറ്റ് നോക്കാന്ന് വെച്ച്. രാത്രി ഭക്ഷണം ഒന്നും ഒഴിവാക്കിയ ഇച്ചിരി വെയിറ്റ് കുറയെങ്കിലേ. ഇന്നത്തെ കഴിഞ്ഞ് ഡയറ്റ് നോക്കിയാ നീ വാങ്ങോട്ട് ഒരു കാര്യം ഞാൻ എടുത്തോണ്ട് അങ്ങോട്ട്. എന്തിന്? അത് വേണ്ട. ഞാൻ ഇപ്പൊ വേണ്ട ഒരു ബന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പൊ കഴിഞ്ഞ് ഇച്ചിരി വെള്ളം കുടിച്ചു. മതി, അത്രയൊക്കെ മതി. ഒന്നും സംഭവിക്കില്ലയാ. ഞാൻ രാവിലെ നമുക്ക് കാണാം. നീ പ്രശ്നമൊന്നുമില്ല. തങ്കം വരുമല്ലോ. ഇനിയിപ്പോൾ നാളെ ആകുമ്പോൾ തങ്കം വരും. നീ വരുന്നില്ലേ? എനിക്ക് വേണ്ട. നീ പണക്കിട്ടാണ്? അല്ലടേ, പിണക്കമൊന്നുമില്ല. നീ ചെല്ല്. നല്ലൊരു ഇതിനേക്കാളും പക്കുണ്ടാ. നീ ഇതെന്തോന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മളിപ്പോൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടൊക്കെ ഉള്ള കാര്യം നല്ല. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് കാര്യമാക്കണ്ട. നീ ചെല്ല്. എനിക്ക് തലവേദന എടുക്കും. ഞാൻ ഇച്ചിരി കിടക്കട്ടളിയാ. കട്ടനായിട്ടുണ്ടോ? വേണ്ടെന്നേ. ഇവിടെ കട്ടൻ ഇവിടെ എന്തൊരു തേയിലയും കാപ്പിപ്പൊടിയും എല്ലാം ഉണ്ട്. എല്ലാ സാധനവും ഇവിടെ ഇരിപ്പുണ്ട്. പണക്കാരാണല്ലോ. ആവശ്യം പോലെ പൈസ, ബിസിനസ് കാര്യങ്ങള് ഒന്നുകൂടെ ചോദിക്കണം. നീ പറഞ്ഞ എനിക്ക് വിശക്കണം. അവസാനമായിട്ട് ഞാൻ പറയാം, എനിക്ക് വേണ്ട. ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഒന്നും കഴിക്കുന്നില്ല. നല്ല ചപ്പാത്തി ആയിക്കോട്ടെ. ചപ്പാത്തിയോ ചിക്കൻ കറിയോ ഇതൊന്നും കിട്ടാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. അളിയും ചെല്ല് പോയി കഴിക്കുപോ. വേണ്ടേ? നീ വെറുതെ നിർബന്ധിച്ചിട്ട് പോ. അത്ര സമയം കൂടെ കളയും. വെറുതെ നീ പോയി കഴിയും. വിശന്നിരിക്കണ്ട. നീ പോയി അസീസിനെ നിർബന്ധിക്കും. ഒരു നിർബന്ധിക്കലുകാരൻ വന്നേക്കും. അഭിനയം ചുമ്മാ. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എനിക്ക് വേണ്ടി ഒരെണ്ണം ഞാൻ ഉച്ചയ്ക്ക് വന്നില്ലെങ്കിൽ കുറച്ച് മാറ്റി വെച്ചൂടെ? അവൾക്കങ്ങനെ, അവളാണ് പാഷാണത്തിൽ ക്രിമി. അവളങ്ങനെയൊന്നും ചെയ്യൂല. അവന് പിന്നെ നന്മയുണ്ടോ എൻ്റെ മനസ്സിൽ? അവൻ പണങ്ങിയിരിക്കുക. അവൻ ഉച്ചയ്ക്ക് നമ്മൾ പറ്റിച്ച് ഞാൻ എങ്ങനെ ജീവിച്ചോളാം, തങ്കമില്ലാത്തോണ്ടല്ലേ നിങ്ങളിങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് എന്ത് ചെയ്യുന്നത്? അവൻ പണങ്ങിയിരിക്കുക. നമുക്ക് കല്യാണം വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ. ഈ പരാതി വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എത്രയും പെട്ടെന്ന് വന്നവനും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. പറഞ്ഞാൽ മനസ്സിലാണ്ടവന്. നിർബന്ധിക്കായിരുന്നില്ലേ ഏട്ടാ? ഞാൻ ഇനി കാല് പിടിക്കാൻ പറ്റുമോ? ആഹാരം കഴിക്കാനല്ലേ ഞാൻ പറയാൻ. എന്നെ എന്തെങ്കിലുമൊക്കെ പറയും. ഇതുകൂടെ അറിയുമ്പോഴത്തേക്ക് അവർക്ക് അതിനേക്കാൾ ദേഷ്യമാവും. നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ?